ബ്രോ ഫ്രണ്ട് ക്യാമറ ഒന്ന് സൈഡ് നിൽക്കാം ബ്രോ സൈഡ് ഇതിലേക്ക് ഉണ്ടോ മാർക്ക് He will be a circle minister for all of us, but above all, he is our superstar of all time from all seasons. I would like to call upon Sri Suresh Gopi sir to this dais. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപിയെ ഒരുപക്ഷെ ഒരു കേന്ദ്രമന്ത്രി ലോകത്ത് ഒരു മലയാളിക്ക് ഏട്ട എന്ന് വിളിക്കാൻ ധൈര്യത്തോടെ പറ്റുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടുപടുത്തു പോലെ ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറേ മോഡ്യൂൾസ്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിൻ്റെ പ്രയാണത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത്. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിലുണ്ടാവും, പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിൽ ഉണ്ടാവും. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നതാണ്. കോവിഡിന് ഒരുപക്ഷെ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ്. നമുക്ക് പുതിയ കോമ്പറ്റീറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ടർക്കി പോലെയുള്ള, തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം ഒക്കെ സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ, ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിട്ടുണ്ട്. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം. ഞാനിവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിൽ നിന്നാണ് അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പോൾ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഗ്രോത്തിന് അത് വലുതായിട്ട് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെപ്പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ പരസ്യക്കാർ, നിങ്ങൾ തന്നെ